సూపర్ సూపర్ హిట్ 1000 crores బ్లాక్ బస్టర్ తగ్గేదే తెలుగులో ఫైర్ వైల్డ్ ఫైర్ సూపర్ సూపర్ నైస్ സൂപ്പർ സൂപ്പർ അടിപൊളി ഫസ്റ്റ് ഹാഫ് പിന്നെയും വളരെ സെക്കൻഡ് ഹാഫ് പോയി ഫസ്റ്റ് ഹാഫ് കൊള്ളാം സെക്കൻഡ് ഹാഫ് ഓക്കെ കൊള്ളാം അടിപൊളി അടിപൊളി ഓ മാരക പഠിച്ചോ ഫസ്റ്റ് ഹാഫ് ഹെവി സെക്കൻഡ് ഹാഫ് ലാഗാണ് ബ്രോ കുറച്ചുകൂടി നന്നാക്കി എടുക്കായിരുന്നു നല്ലൊരു കുടുംബങ്ങൾക്ക് സീരിയൽ കണ്ടതുപോലെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട പുഷ്പയ്ക്ക് കുടുംബം കിട്ടിയിട്ടുണ്ട് ഇവർ നല്ല കണ്ടതല്ല നല്ല സിനിമയായിരുന്നു കിടിലം പടം അടിപൊളിയാ ഫസ്റ്റ് ഷോ ഉണ്ട് സൗത്ത് ഫാസിന്റെയും കുഴപ്പമില്ല എൻ്റെ അഭിപ്രായത്തിൽ വളരെ മോശം സന്തോഷ് പണ്ഡിറ്റിന്റെ പടം കാണാൻ ഒരുപാട് നല്ലത് അല്ലു അർജുന്റെ പടം പ്രതീക്ഷിച്ചു തന്നാലും പക്ഷെ പടം പോരാ സൗത്ത് ഫാസിൽ ഒരു രക്ഷയില്ല അല്ലു അർജുൻ അഭിനയൊക്കെ ഓക്കെയാണ് പക്ഷെ മൂന്നാം ഭാഗത്തേക്ക് കാത്തിരിക്കുകയാണ് പടം പോരാ പടം സൂപ്പറാണ് സിനിമ പ്രതീക്ഷയ്ക്ക് വലുതായിട്ട് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രതീക്ഷയില്ല. കാരണം ഫൈറ്റ് ആണെങ്കിലും BGM ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും അല്ലു അർജുൻ ഫാൻസിന് ഗംഭീര സന്തോഷമായി. കാരണം അവര് ഗംഭീരമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പടം ഇഷ്ടപ്പെട്ടിട്ടില്ല പോരാ മേക്കിംഗ് ഒക്കെ ഓക്കെയാണ് ഫാത്തിമാസിനൊക്കെ പക്ഷെ പടം പോരാ അല്ല കണ്ടിരിക്കാവുന്ന സിനിമ കണ്ടിരിക്കാവുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. പക്ഷെ നീട്ടി വലിച്ചു കൊണ്ടേ പോലെ ഒരു സംഭവം മൂന്നാം ഭാഗം കൂടി സിനിമയിൽ വരുന്നുണ്ട്. കുറെ വേണ്ടാത്ത കുറെ ഷോർട്ട് ഫിലിം പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇല്ല ഒരിക്കലും എന്റെ അഭിപ്രായത്തിൽ അല്ലു അർജുന്റെ നല്ല പെർഫോമൻസ് ആണ്. സെന്റിമെന്റ്സ് ആണെങ്കിലും വയലൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഫഹദ് ഫാസിൽ വേറെ ലെവലാണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ ഒരു സസ്പെൻസ് ഉണ്ട്. മൂന്നാം ഭാഗം വരുന്നുണ്ട്. ഞാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. പിന്നെ ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് രോമാഞ്ചം കൊള്ളുന്ന രീതിയിലുള്ള ഫൈറ്റ് സീനാണ് ചിത്രീകരിക്കുന്നത്. നല്ലൊരു സിനിമയാണ്. ഗംഭീര പടമാണ്. എല്ലാവരും കാണേണ്ട പടം തന്നെയാണ്. എന്തായാലും അല്ലു അർജുൻ സൂപ്പർ നല്ല അടിപൊളി തഗ്ഗേതല്ലേ തെലുങ്കിലുള്ള ഫയറല്ലോ വൈൽഡ് ഫയറാ വെരി ഗുഡ് അടിപൊളി ഫസ്റ്റ് ഹാഫ് ഡീസൽ സെക്കൻഡ് ഹാഫ് സൂപ്പർ ഔട്ട്സ്റ്റാൻഡിങ് കുഴപ്പമില്ല നല്ല സീൻ സൂപ്പർ എക്സ്ട്രാഡിനറി പെർഫോമൻസ് അടിപൊളിയാണ്. പക്ഷേ എന്താ പറയുക അല്ലു അർജുന്റെ സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ అల్లు అర్జున్ తాండవాన్ని తెలుగు తెలుగు లెక్క వేయగోళ్ళ నుంచి మొదలవుతుంది. సుక్కు మార్క్ వైల్డ్ ఫైర్ అస్సలు తగ్గేదేలే. వేయగోళ్ళు దాడతారు బొమ్మ. వేరే లెవెల్
കുഴപ്പമില്ല, നല്ലതാണ്. ആക്ഷൻ സീൻസ് കൊള്ളാം. പ്രത്യേകിച്ച് ഫഹദിന്റെ റോള് കുറേ ഉണ്ട്. ഫഹദ് നമ്മൾക്ക് ചെറിയ റോളാന്ന് തോന്നും, പക്ഷെ കംപ്ലീറ്റ് ഫഹദ് കുറേ നേരത്തേക്ക് ഉണ്ട്. ഫഹദിന്റെ ആക്ഷൻ സൂപ്പറാണ്. പിന്നെ പ്രത്യേകിച്ച് കുറച്ച് ലാഗായി പോയി, പക്ഷെ ആക്ഷൻ സീൻസ് കമ്പാരിറ്റീവ്ലി നല്ല കൊള്ളാം. വൺ ആൻഡ് ബെറ്റർ. తెలుగు తెలుగు సూపర్ సూపర్ హిట్ 1000 crores ബ്ലോക്ക്ബസ്റ്റർ രക്ഷയില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് മൂവിയാണ്. എന്ന് വെച്ചാൽ ഈ 4 തിയേറ്ററിലും, വനിതാ തിയേറ്ററിൽ ഈ 4 തിയേറ്ററും 4 മണിക്ക് ഫസ്റ്റ് ഷോ ഇത്രയും ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആ അല്ലു അർജുന്റെ ആ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത്രയും ക്രൗഡ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് ഈ പടം നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു പവർ കിട്ടുന്നത്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായി, ഈ പടം കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എനർജിയാണ് കിട്ടുന്നത്. അത് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചാണ്. നമ്മൾ ഒരു കാരണവശാലും OTT-ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇത് അത്രയും പവർ പാക്കാണ്. എന്റെ പോലും രശ്മിക, ഇതിപ്പോ രശ്മിക, പിന്നെ അതുപോലെ തന്നെ അല്ലു, പിന്നെ ഫാഫ, അവരുടെയൊക്കെ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെ കാണും. നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഇവര് തിയേറ്ററിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയും ഒരു എന്തോ ഒരു ഫീലിംഗ്, നമുക്ക് എന്തോ ഒരു പവർ പാക്കാണ് നമുക്ക് ഈ പടം കാണുമ്പോൾ തന്നെ കിട്ടുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് മൂവി, ഫയർ തന്നെയാണ്. ഒരു രക്ഷയില്ല. ബിക്കോസ് എൻ്റെ ഒരു ഇതിൽ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ 10-ൽ 10 കൊടുക്കാം. അത്രയും റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയ ഔട്ട്സ്റ്റാൻഡിംഗ് മൂവി. ഒരു രക്ഷയില്ല. ഒരു പവർ പാക്കാണെന്ന് തന്നെ പറയാം. മലയാളമല്ലേ? തగ్గതല്ല. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പറയാനുണ്ടാവും.